ആദ്യമായിട്ട് ഈസ്റ്റർ പ്രാർത്ഥനയ്ക്ക് 8ാം വാർഡിൽ നിന്ന് പ്രിൻസി ടീമിനെ ക്ഷണിക്കാം. പ്രസിഡന്റ് ശ്രീ ജോയ് ജോൺ അവர்கள் നമ്മുടെ തൊഴിലുറപ്പ് ദിനാചരണം ഉദ്ഘാടനം ചെയ്യുവാനായി ഏറ്റിട്ടുള്ള ഏറെ ബഹുമാനിയായ മുട്ടം ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമീണ തൊഴിലുറപ്പ് ദിനമായി ആചരിക്കുന്നത്. അപ്പോൾ അത് നാളെയാണ്, അതൊരു ഞായറാഴ്ചയാണ്. സ്ഥിരം സമിതിയെ അതിന് നേതൃത്വം കൊടുക്കുവാൻ, ആ പഠനത്തിന് നേതൃത്വം കൊടുക്കുവാനും അതിനോടനുബന്ധിച്ച് ഒരു റിപ്പോർട്ട് പാർലമെന്റിൽ വെക്കുവാനും പ്രധാനമന്ത്രി പറയുകയുണ്ടായി. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തില് മതിയായ വേതനം കിട്ടാത്തത് കൊണ്ട് ജീവിത നിലവാരം ഇന്ന് ST/SC മേഖലകളിലുള്ള ആളുകൾക്ക് മാത്രമാണ് 150 തൊഴിൽ ദിനം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് മാറ്റിയിട്ട് ജനറൽ വിഭാഗത്തിലെ ആളുകൾക്ക് 150 ദിവസത്തെ തൊഴിൽ ദിനം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടണം എന്നുള്ള ഒരു വലിയ നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ദേശസാക്ഷരത ബാങ്ക് വഴി മുൻ പ്രസിഡന്റുമാരായ ശ്രീമതി ഷേർലി അഗസ്റ്റിൻ, ശ്രീമതി കുട്ടിയമ്മ മൈക്കിള്, ടെസി സതീഷ്, ഡോളി രാജു, നമ്മുടെ മുൻ വൈസ് പ്രസിഡന്റായിരുന്ന മാത്യു പാലമ്പറമ്പില്, അതുപോലെ നമ്മുടെ 13ാം വാർഡിൻ്റെ മെമ്പർ റെജി ഗോപി, നമ്മുടെ പഞ്ചായത്തിൻ്റെ AS രാധാകൃഷ്ണൻ സാറ്, ഇവിടെ കടന്നു വന്നിരിക്കുന്ന മേറ്റുമാർ, സഹോദരി സഹോദരന്മാർ, നമ്മൾ
ബഹുമാന്യനായ നമ്മുടെ ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷൻ, മുട്ടം ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ബിജോയ് ജോൺ അവറുകൾ, അതുപോലെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ഏറ്റവും ആദരണീയായ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് മേഴ്സി ദേവസ്യ അവറുകൾ, ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച മുൻ പ്രസിഡന്റുമായ ഷേർലി മാഡം, അത് സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരായ മെമ്പർമാർ, നമ്മുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം. അതുപോലെ തന്നെ നമ്മുടെ മൊത്തത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വർധനവ്, ലൈവ്ലിഹുഡ് ആക്ടിവിറ്റീസ് അങ്ങനെ തുടങ്ങി ഒട്ടനവധി തൊഴിൽ ദാന പദ്ധതികൾ ഉണ്ടായിരുന്നു എങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഈ പദ്ധതിയാണ്. എന്തുകൊണ്ടെന്നാൽ ആ പദ്ധതികളൊക്കെ ഒരു ടാർഗറ്റിനെ അടിസ്ഥാനമാക്കിയാണ്. പക്ഷെ ഇത് നമുക്ക് ഡിമാൻഡ്, പക്ഷെ ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ആവശ്യപ്പെടുമ്പോൾ തന്നെ നമുക്ക് വീഡിയോ മറ്റേ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ തൊഴിലുറപ്പിനെ പറ്റി ഇവിടെ നമ്മുടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യ പ്രഭാഷണത്തിലും അതിൻ്റെ ആദ്യകാലം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾ നമ്മളോട് വളരെ വിശദമായിട്ട് സംസാരിച്ചു. ഞാൻ അവയിലേക്ക് ഒന്നും കിടക്കും. അന്നക്കുട്ടി ചേച്ചി രണ്ടാം പാടുന്നത്. പെരിയാറേ പെരിയാറേ നിരയുടെ പനിനീരേ കുളിരും കൊണ്ടുകൂണങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ, ഒരു മലയാളി പെണ്ണാണു നീ. പെരിയാറേ പെരിയാറേ പൊന്നലകൾ പൊന്നലകൾ ഞുറിഞ്ഞുടുത്തു പോകാനൊരുങ്ങുകയാണല്ലോ. പൊന്നലകൾ പൊന്നലകൾ ഞുറിഞ്ഞുടുത്തു പോകാനൊരുങ്ങുകയാണല്ലോ. മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാളൂടണം, ശിവരാത്രി കാണണം നീ. ആലുവ ശിവരാത്രി കാണണം നീ. പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനിനീരേ കുളിരും
കൊണ്ടു ഗുണങ്ങി നടക്കും മലയാളി പെണ്ണാണുന്നരി പെണ്ണുകെട്ടിനു കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ കാച്ചിയ കമ്പരവും കഴിവിലറിഞ്ഞപ്പോൾ ഇന്നു നമ്മൾ കയറു പൊട്ടിയ കമ്പരവും വേറെയാണു വിചാരമെങ്കിലും നേരമായതു ചൊല്ലുവാൻ വെറുതെ ഞാൻ എന്തിനെയും വെയിലത്തു കയ്യിലും കുത്തി നടക്കണം കായലരികത്തു വലയെറിഞ്ഞപ്പോ വളകിലുത്തിയ സുന്ദരി പെണ്ണുകെട്ടിനു കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ. ഇന്ന് നമുക്ക് ഇപ്പോൾ ഇവിടെ എല്ലാവരും പറയുകയുണ്ടായി തൊഴിലുറപ്പിൻ്റെ ഒരു ദിനം നാളെയാണ്, പക്ഷേ ഇന്ന് നമ്മളിത് ആഘോഷിക്കുകയാണ്. ഇന്നത്തെ ദിനം നിങ്ങളുടെ ദിനമാണ്, നമ്മുടെ ദിനമാണ്. നമുക്കറിയാം തൊഴിലുറപ്പിൽ ഇപ്പോൾ നമുക്ക് അറിവുള്ളതുപോലെ തന്നെ നമുക്ക് ഇന്നിവിടെ അടിപൊളി പരിപാടികളാണ് അവതരിപ്പിക്കുന്നത്. പ്രസംഗത്തിനൊന്നും ഒരു കാര്യമില്ല, ഒത്തിരി കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാവരും പറയുന്നു. ഗ്രാമപഞ്ചായത്തിലെ പ്രിയപ്പെട്ട തൊഴിലുറപ്പിന്റെ ഇതല്ലാത്ത തൊഴിലുറപ്പിന്റെ കുട്ടിക്ക് എങ്കിലും പോലും കുട്ടൻ ഗ്രാമപഞ്ചായത്തിലെ 13 വാർഡിലെയും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ, ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് നിങ്ങളാണ്. കാരണം ഇതിനു മുമ്പുള്ള പല പരിപാടികളും നമ്മൾ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ മാറി കളവത്തു കണിഞ്ഞു കൊണ്ടുറക്കമായോ വിരകത്തിൽ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വീശുവാൻ കിടക്കാറ്റിൻ വിശറിയുണ്ടോ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ മാറി കളവത്തു കണിഞ്ഞു കൊണ്ടുറക്കമായോ വിരകത്തിൽ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വീശുവാൻ കിടക്കാറ്റിൻ വിശറിയുണ്ടോ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ. കളിവെള്ളം കെട്ടിയിട്ട പുഴക്കടവിൽ ഞാൻ മലരണി വാദച്ചോട്ടിൽ മയങ്ങുമ്പോൾ കളിവെള്ളം കെട്ടിയിട്ട പുഴക്കടവിൽ ഞാൻ മലരണി വാദച്ചോട്ടിൽ മയങ്ങുമ്പോൾ കനവിന്റെ കളിത്തേരിൽ സ്നേഹ കളിവാക്കു പറഞ്ഞെന്നെ ക്ഷണിച്ചില്ലേ ക്ഷണിച്ചില്ലേ
തളവർക്കു കൊണ്ടുറങ്ങമായോ വിരഹത്തിൻ ചൂടുണ്ടോ പ്രിയർക്കുണ്ടോ നിന്നെ വീശുവാടക്കാറ്റിൻ വിശറിയുണ്ടോ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ പതിനഞ്ചാം വാവിലെ പാലാഴി തിരമാല പടകാളി മുറ്റത്തെത്തി വിളിക്കുന്നു പതിനഞ്ചാം വാവിലെ പാലാഴി തിരമാല പടകാളി മുറ്റത്തെത്തി വിളിക്കുന്നു പുളിയിലക്കരമുണ്ട് പുതച്ചാട്ടെ നിന്റെ പതിവാരെ ഉണർത്താതെ വന്നാട്ടെ വന്നാട്ടെ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ പാറിൽ കളവർക്കു കണിഞ്ഞു കൊണ്ടുറങ്ങമായോ വിരഹത്തിൻ ചൂടുണ്ട് മകൾക്കും സർവ്വകാലങ്ങൾക്കും ഉറവിടമാം എന്നേശുവേ സർവ്വനന്മകൾക്കും സർവ്വദാനങ്ങൾക്കും ഉറവിടമാം എന്നേശുവേ അങ്ങേ
ഒരമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ. ഒരമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ. നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ. ആരുടെ കൂടെ നിൽക്കും നിങ്ങൾ? ആരുടെ കൂടെ നിൽക്കും? ആരുടെ കൂടെ നിൽക്കും നിങ്ങൾ? ആരുടെ കൂടെ നിൽക്കും? നേരിന്റെ കൂടെ നിൽക്കും നമ്മൾ. നേരിന്റെ കൂടെ നിൽക്കും. നേരിന്റെ കൂടെ നിൽക്കും നമ്മൾ. നേരിന്റെ കൂടെ നിൽക്കും. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ. നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ. കാശിന്റെ മീതെ പരന്തും പറക്കാൻ തോന്നി തുടങ്ങും. കാശിന്റെ മീതെ പരന്തും പറക്കാൻ തോന്നി തുടങ്ങും. നിങ്ങളുടെ ഉള്ളിലെ ചേലുകളെല്ലാം കാക്കയ്ക്ക് തീറ്റ കൊടുക്ക്. നിങ്ങളുടെ ഉള്ളിലെ ചേലുകളെല്ലാം കാക്കയ്ക്ക് തീറ്റ കൊടുക്ക്. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ. നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ. മരിക്കുന്നുള്ളതു നേരാ, മരിക്കുന്നുള്ളത് സത്യ. മരിക്കുന്നുള്ളതു നേരാ, ജനിക്കുന്നുള്ളത് സത്യ. നിങ്ങളുടെ ഉള്ളിലെ ദുഷ്ടകളെല്ലാം കാക്കയ്ക്കു തീറ്റ കൊടുക്ക്. നിങ്ങളുടെ ഉള്ളിലെ ചേലുകളെല്ലാം കറ്റിക്കൊളുത്തി പരത്ത്. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ. കാശിന്റെ കൊട്ടാര മുറ്റത്ത് ഒരു പൂമ്പിരിയില്ല കേട്ടോ. കാശിന്റെ കൊട്ടാര മുറ്റത്ത് ഒരു പൂമ്പിരിയില്ല കേട്ടോ. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ. നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ. മരിക്കുന്നുള്ളത് നേരാ, മരിക്കുന്നുള്ളത് സത്യ. വേദത്തിലും ശ്രീരാഗത്തിലും വാടരുളുന്ന ദേവി നിന്മാണിക്യ വീണാതന്ത്രിലല്ലോ ഓംകാരനാദമിരിപ്പൂ. നിന്മാണിക്യ വീണാതന്ത്രിലല്ലോ ഓംകാരനാദമിരിപ്പൂ. ദിക്കറിയാതെ തേജസറിയാതെ ഇരുളിൽ ഉഴറുന്നു നമ്മൾ. ദിക്കറിയാതെ തേജസറിയാതെ ഇരുളിൽ ഉഴറുന്നു നമ്മൾ. അറിവിന്റെ നിറദീപം കാട്ടി നീ ഞങ്ങളെ. അറിവിന്റെ നിറദീപം കാട്ടി നീ ഞങ്ങളെ. തപസിൽ നിന്നുണർത്തു ദേവി. വേദത്തിലും ശ്രീരാഗത്തിലും വാണരുളും ദേവി നിന്മാണിക്യ വീണാതന്ത്രിലല്ലോ ഓംകാരനാദമിരിപ്പൂ. ഓർമ്മയിൽ മുക്കിയ വിരലുകൾ കൊണ്ടു ഞാൻ നിന്നാദ ബ്രഹ്മരൂപം വരച്ചു. ഓർമ്മയിൽ മുക്കിയ വിരലുകൾ കൊണ്ടു ഞാൻ നിന്നാദ ബ്രഹ്മരൂപം വരച്ചു. പ്രാർത്ഥനയിലും ജപമാലയിലും പ്രാർത്ഥനയിലും ജപമാലയിലും നില വിളക്കിലും തെളിയുന്ന രൂപം. വേദത്തിലും ശ്രീരാഗത്തിലും വാണരുളും ദേവി നിന്മാണിക്യ
നമുക്കൊരേ പ്രായം, നമുക്കൊരേ മോഹം, നമുക്കൊരേ ദാഹം. പൂന്തേനരുവി ഒരു താഴ്വരയിൽ ജനിച്ചു നമ്മൾ, ഒരു പൂന്തണലിൽ വളർന്നു. ഊണിലവലക്കിയ പുളിയില കരയുള്ള പുടവയുടുത്തു നടന്നു നമ്മൾ, പൂക്കളിറുത്തു നടന്നു. ഓർമ്മകൾ മരിക്കുമോ, ഓളങ്ങൾ നിലയ്ക്കുമോ? പൂന്തേനരുവി പൊന്മുടി പുഴയുടെ അനുജത്തി, നമുക്കൊരേ പ്രായം, നമുക്കൊരേ മോഹം, നമുക്കൊരേ ദാഹം. പൂന്തേനരുവി ആഹാ 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 ഓഹോ ഓഹോ ഓഹോ. പൂന്തേനരുവി പൊന്മുടി പുഴയുടെ അനുജത്തി, നമുക്കൊരേ പ്രായം, നമുക്കൊരേ മോഹം, നമുക്കൊരേ ദാഹം. പൂന്തേനരുവി മടിയിൽ ചിലങ്ക കിലുങ്ങി, മിഴികളിൽ കവിത തിളങ്ങി. കാമിനി മണിമാല പുളകങ്ങൾ ഉണർത്തിച്ച കവിതകൾ പാടി മയങ്ങി നമ്മൾ, കഥകൾ പറഞ്ഞു മയങ്ങി. ഓർമ്മകൾ മരിക്കുമോ, ഓളങ്ങൾ നിലയ്ക്കുമോ? പൂന്തേനരുവി പൊന്മുടി പുഴയുടെ അനുജത്തി, നമുക്കൊരേ പ്രായം, നമുക്കൊരേ ദാഹം, നമുക്കൊരേ മോഹം. പൂന്തേനരുവി പുടവ കുളിക്കാൻ വരുന്നേട്ടോന, കൂതൽ മീനോക്കാൻ ഞാറ്റുവേല, കൂതൽ മീനോക്കാൻ ഞാറ്റുവേല. കുടമുള്ള പൂവിനും മലയാളി പെണ്ണിനും കൊടുക്കാൻ പുടവ കുളിക്കാൻ വരുന്നേട്ടോന. ഉത്രാട സന്ധ്യ ഊണോ ഉദ്യാന പാലൻ വന്നിരുന്നാലോ. ആഹാരസൂടമി രാഗപരാഗം ആകെ തളർക്കുമീ രോമാഞ്ചം. കുടമുള്ള പൂവിനും മലയാളി പെണ്ണിനും കൊടുക്കാൻ വെള്ളപ്പുടവ കുളിക്കാൻ പരിനേർത്തോല. കൂന്തൽ മീനൊക്കാൻ ഞാറ്റുവേല, കൂന്തൽ മീനൊക്കാൻ ഞാറ്റുവേല. അപ്പൊ നല്ലൊരു വീഡിയോ എടുത്തേ. ഡേസി ചേച്ചിയാണ്, 8ാം വാർഡിൽ നിന്നുള്ള ഡേസി ചേച്ചിയാണ്. എഴുന്നേറ്റെന്ന് കൈ പൊക്കണം കേട്ടോ. ആ ചാടി എഴുന്നേക്കണം. അടുത്ത കാര്യം ചോദിക്കാൻ പോവാണ്. കാട്ടിൽ കരിങ്കെട്ടി വീട്ടിൽ കണക്കപ്പിള്ള. കറക്റ്റ് ഉത്തരവാണ്. അപ്പൊ ചേച്ചിക്കുള്ള സമ്മാനം 5ാം വാർഡിൽ നിന്നുള്ള നേറ്റാണ്.
അടുത്ത ചോദ്യം ചോദിക്കാൻ പോവാണ്. എല്ലാവരും ആലോചിച്ച് പെട്ടെന്ന് പറയാം. കാട്ടുപുല്ല് വീട്ടുസഭയിൽ കാട്ടുപുല്ല് വീട്ടുസഭയിൽ അല്ല 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 എല്ലാവരും അടുത്തെങ്കിൽ ശരിയുത്തരം പറയുകയാണ്. പുൽപ്പായ. അകമില്ല, പുറമില്ല, ഞെട്ടില്ല, വട്ടയില്ല. അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. അകത്തെ രോഗം പുറത്തിറച്ചി. എട്ടാം വാർഡിലെ തെരഞ്ഞെടുപ്പാണ് കേൾക്കുന്നത്. അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. അകത്ത് തിരിതെടുത്ത് പുറത്ത് മുട്ടയിട്ടു. കറക്റ്റ് ഉത്തരവാണ്. അഞ്ചാം വാർഡിൽ 2 സമ്മാനം കരസ്ഥമാക്കിയിരിക്കുകയാണ്. അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. ആനയിലുണ്ട്, ചേനയിലില്ല, ഇമയിലുണ്ട്, ഇഷ്ടത്തിലില്ല. 2 അക്ഷരമുള്ള ഞാനാര്? മേഴ്സി. എട്ടാം വാർഡിൽ മേഴ്സിയാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം വളരെ നിഷ്പ്രയാസം നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. അങ്ങോട്ടോടും ഇങ്ങോട്ടോടും നേരെ നിന്ന് സത്യം പറയും. വീണ്ടും DCCക്ക് 1 സമ്മാനം കൂടി കരസ്ഥമാക്കിയിരിക്കുകയാണ്. കറക്റ്റ് ഉത്തരവാണ് ലക്ഷ്മി. കറക്റ്റ് ഉത്തരം. അടുത്ത ചോദ്യം നിങ്ങൾക്ക് വളരെ അനായാസം ഉത്തരം പറയാവുന്നതാണ്. കാല് പിടിക്കുന്നവനെ സഹായിക്കുന്നവൻ. കാല് പിടിക്കുന്നവനെ സഹായിക്കുന്നവൻ. ഇഷ്ടമായോ? അടുത്ത വർഷം ഇങ്ങനെ പ്രോഗ്രാം വേണ്ടേ നിങ്ങൾക്ക്? പക്ഷേ നമ്മളുടെ പ്രോഗ്രാംസിന്റെ എണ്ണം വളരെ കുറവായിരുന്നു. നിങ്ങളിൽ നിന്ന് കുറച്ചും കൂടെ ഞങ്ങൾ പ്രതീക്ഷിച്ചു. പാട്ട് മാത്രം പാടിയുള്ളൂ. പ്രാതിനിധ്യം വളരെ കുറവായിരുന്നു. 8ാം വാർഡുകാരെ നിങ്ങൾ മാത്രം കുറച്ച് പാട്ടുകളെ പാടിയുള്ളൂ. അപ്പൊ അടുത്ത വർഷം നമുക്ക് ഇതിന്റെ ഗംഭീരമായിട്ട് നമുക്ക് ആഘോഷിക്കണം. അത് ഞങ്ങളല്ല ആഘോഷിക്കേണ്ടത്. ആരാഘോഷിക്കേണ്ടത്? കേൾക്കുന്നില്ല. ആരാഘോഷിക്കേണ്ടത്? അടുത്ത വർഷം നമുക്ക് നന്നായിട്ട് ആഘോഷിക്കണം.